അനുഗ്രഹവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുകയാണ്. അനുഗ്രഹീതമായ ദൈവജനത്തിൻ്റെ ചിന്തകൾ കർത്തൃദാസന്മാരിൽ കൂടെ കേൾപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. വളരെ ആത്മീയ ചിന്തകൾ ഹൃദയത്തെ തൊട്ടുണർത്തുവാൻ ഇടയായിത്തീർന്നു. സ്തുതി മാറ്റുന്ന ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിന് പിടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകളെയൊക്കെ മാറ്റിമറിച്ച് ദൈവികമായ പന്ഥാവിൽ നമ്മെ മാനിക്കുന്ന ദൈവികമായ കരുതൽ അനുഭവിപ്പാൻ അനുഗ്രഹീതമായ തിരുവചന ചിന്തയാണ് നമുക്ക് ലഭ്യമായത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ബലിമരണത്തെ തുടർന്ന് ഉരുവിട്ട അനുഗ്രഹീതമായ വചനം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നതും ക്രൂശീകരണവും ക്രൂശിൽ നടന്ന കഷ്ടാനുഭവവും ഒക്കെ ഏതൊരു ദൈവമക്കളുടെയും ഹൃദയത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നതാണ്. ഉള്ളുലയ്ക്കുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പെസഹാചരണ മാളികമുറിയിലെ കർത്താവിൻ്റെ പ്രഭാഷണാനന്തരം കർത്താവ് ഗത്സമേനയിൽ നടത്തിയ പ്രാർത്ഥനയും അതിനുശേഷം അന്നാവിൻ്റെ അരമനയിലെ കൊടിയ മർദ്ദനം, അതിനുശേഷം കയ്യഫാവിൻ്റെ മുൻപിലുള്ള ക്രൂരമായ വിസ്താരവേദി, അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ആ വിസ്താരം അതേ അരമനയിൽ തന്നെയാണ്, സെന്നിദ്രി സംഘാംഗങ്ങൾക്ക് മുൻപിലാണ്. അടുത്ത വിസ്താരം നടന്നത് പീലാത്തോസിൻ്റെ മുൻപിലാണ്. പീലാത്തോസ് അവിടെ നിന്ന് ഹെരോദാവിൻ്റെ അരികിലേക്ക് അയച്ചു. ഹെരോദാവ് ഒരു മജീഷ്യനെ പോലെ കണ്ടുകൊണ്ട് അപമാനിച്ചുകൊണ്ട് തിരികെ പീലാത്തോസിൻ്റെ അരികിലയച്ചു. പീലാത്തോസ് കർത്താവിനെ ഗബതയിൽ കൊടിയ മർദ്ദനത്തിന് വിധേയനാക്കി. ശിഷ്യന്മാരെ മൂലം ഭയചകിതരായി ഓടി ഒളിക്കുന്ന തരത്തിലുള്ള ആ ഇടപെടലുകൾ അവിടെ നടന്നു എന്ന് ചരിത്രം. കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് പൊത്തുമാറ്, അവരുടെ ഹൃദയം പിളർക്കുമാറുള്ള ക്രൂരമർദ്ദനമാണ് ഗബതയിൽ അരങ്ങേറിയത്. ആ മർദ്ദനമൊക്കെ കണ്ട് എല്ലാവരും ഭയചകിതരായി നിൽക്കുമ്പോൾ കർത്താവിനെ ജനത്തിൻ്റെ മുൻപാകെ പീലാത്തോസ് പ്രസിദ്ധപ്പെടുത്തി. ആ മനുഷ്യനിതാ. അവർ ക്രൂരന്മാരായ ആ ജനതയുടെ ചിന്ത ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കഷ്ടാനുഭവത്തിൻ്റെ ഭീകരമായ നിമിഷങ്ങൾ കണ്ട് കരളിഞ്ഞ് നിൽക്കുന്നതിനേക്കാൾ ക്രൂരമായ ഇടപെടലുകൾ അവർ നടത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസ് മതിയെന്ന്, യേശു വേണ്ട ബറബാസ് മതിയെന്ന് ആ വലിയ ആഹ്വാനം. ഓർക്കണം, ഇന്നും ലോകത്തിന് സംഭവിച്ച അപജയത്തിലൊന്നാണ് യേശുവിനേക്കാൾ കൂടുതൽ ഇഷ്ടം ബറബാസിനെയാണ്. ബറബാസുമാർക്ക് വേണ്ടി ഇൻകിലാബ് വിളിക്കുന്നു, ബറബാസുമാർക്ക് വേണ്ടി ഹൊയ്യാഹൊയ് വിളിക്കുന്നു, ബറബാസുമാരെ നായകന്മാരായി ചിത്രീകരിക്കുന്ന ഒരു വലിയ ലോകം. എന്നാൽ മാനവകുലത്തിൻ്റെ രക്ഷണീയ പദ്ധതിക്ക് വേണ്ടി കടന്നു വന്ന നസ്രായനെ ആർക്കും വേണ്ട എന്നത് ഒരു വിരോധാഭാസമാണ്. അവിടെ നിന്ന് കർത്താവിനെ കൊണ്ടുപോകുന്നത് ഗോൽഗത്ത എന്ന ഇടത്തേക്കാണ്. ക്രൂശിക്കാൻ 4 പടയാളികൾ, മരണം സാക്ഷീകരിക്കാൻ ശതാധിപനുണ്ട്. അങ്ങനെ ആ ഗോൽഗോത്തയുടെ ഇടത്തെത്തി. വലിയ ക്രൂശ് അവിടേക്ക് നിലത്തിട്ടു. യേശുവിനെ തൊലി ഉരിച്ച യാഗമൃഗത്തെ പോലെ കർത്താവിനെ എടുത്ത മരത്തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ക്രൂശിലേക്ക് കിടത്തി. 3/4 ഇഞ്ച് കനവും 8 ഇഞ്ച് നീളമുള്ള കാലിരുമ്പാണികൾ കൊണ്ട് കർത്താവിൻ്റെ കരമടിച്ച് ആ മരത്തോട് ചേർത്ത് ബന്ധിച്ചു. കാലോടുകാൽ ചേർത്ത് ക്രൂശ് ചേർത്ത് നിൽക്കത്തക്കവണ്ണം കാലോടുകാൽ ചേർത്ത് ആണിയടിച്ചുറപ്പിച്ച് വടം കെട്ടി ക്രൂശ് ഉയർത്തി. കണ്ടു നിൽക്കുന്നവർ, കടന്നു പോകുന്നവർ, കൂടെ കിടക്കുന്ന തസ്കരനും ഒരുപോലെ നിന്നകൾ തുടുത്തുവിടുമ്പോൾ കർത്താവിൻ്റെ അധരം ചലിക്കാൻ തുടങ്ങി. ക്രൂശിൽ കർത്താവിൻ്റെ അധരചലനം 7 മൊഴികളായി രേഖപ്പെടുത്തപ്പെടുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിൽ മൊഴിഞ്ഞ മൊഴികൾക്ക് പിൻപിൽ ചലിക്കുന്ന അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. കർത്താവ് ആരംഭത്തിൽ മൊഴിയുന്നത് കർത്താവിൻ്റെ അങ്കിപ്പകത്തെടുത്ത കന്നത്തടിച്ച് കാർക്കിച്ച് തുപ്പിയ കർത്താവിനെ ക്രൂശിച്ച ഒരു കൂട്ടം ജനത്തെ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഗുരു അതിനെ രുതിരം കൊണ്ട് മുദ്രയിട്ടുകൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ തെളിയിക്കുന്നു. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അമൂല്യമായ പ്രഖ്യാപനത്തെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ മൊഴി കഴിയുമ്പോൾ തന്നെ അടുത്ത നിമിഷം ക്രൂശിൽ ഉയരുന്ന ഒരുപാട് നിന്ദകളുണ്ട്. അതിൽ അപരനായ കള്ളൻ കർത്താവിനെ നിന്ദിക്കുമ്പോൾ സമീപത്ത് കിടന്ന കള്ളൻ അവൻ്റെ വാക്കിതാണ്,
ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, ഇവൻ നീതിമാൻ, വാസ്തവമാണ്. അടുത്ത നിമിഷം ആ തസ്കരൻ്റെ യാചന ഇതാണ്: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന്. ഒന്നാമത്തെ മൊഴി കഴിഞ്ഞ് രണ്ടാമത്തെ മൊഴി കൂടെ ആ ഇടയിൽ വെളിപ്പെട്ട ചുരുക്കം ചില നിമിഷങ്ങൾ കൊണ്ട് തസ്കരൻ്റെ വലിയൊരു യാചനയാണ്: എന്നെ ഒന്ന് ഓർക്കാമോ എന്ന്. ആ നിമിഷം തന്നെ അവന് മറുപടി കിട്ടി: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. 21 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഈ പകലും നഷ്ടമാക്കി കളയരുത്. ഒരു ചെറിയ നിമിഷമാണ് തസ്കരൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയതെങ്കിൽ നിന്റെ ഗതി മാറ്റാൻ എൻ്റെ ദൈവത്തിന് ഒരുപാട് മണിക്കൂറുകൾ വേണ്ട. ഒറ്റ ചോദ്യം കൊണ്ട് നരകത്തിൻ്റെ കവാടത്തിൻ്റെ മുൻപിൽ പകച്ചു നിന്നവനെ പറുദീസയിലേക്ക് കരം കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ എന്ന് ഉള്ളം നൊന്തൊന്ന് വിളിച്ചാൽ, യേശുവേ എന്ന് ഉള്ളം തുറന്ന് വിളിച്ചാൽ, നിന്റെ സ്തുതി മാറ്റാൻ എൻ്റെ കർത്താവ് ഇന്ന് പകൽ തേജസ് വാരി ചുറ്റി ഇതിൻ്റെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇരിക്കുന്നത് എവിടെയാകട്ടെ, നിൽക്കുന്നത് എവിടെയാകട്ടെ, ഈ സന്ദേശം വീക്ഷിക്കുന്ന സാഹചര്യം ഏതുമാകട്ടെ, നിന്റെ അരികെ തണഞ്ഞ് വിടിവിക്കാൻ കെൽപ്പുള്ളവൻ ഇന്ന് പകൽ നിന്റെ അരികിലുണ്ട്. അവന് നിന്റെ കണ്ണുനീര് വലുതാണ്. റുബലഘടകജനാദി, കരയുന്നവർക്ക് വേണ്ടി ഇറങ്ങുന്ന കർത്താവിൻ്റെ കരം, നൊന്ത് നീറുന്നവർക്ക് വേണ്ടി ഇറങ്ങുന്ന കർത്താവിൻ്റെ കരം ഈ പകലും നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിലൂടെ, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലും ഉയർപ്പിനോടനുബന്ധിച്ചും ഇങ്ങനെ കണ്ണുനീരിൻ്റെ മുൻപിൽ, ആ യാചനയുടെ മുൻപിൽ വിടിവിക്കപ്പെട്ടവരിൽ ഒന്ന് ഈ തസ്കരനാണ്. രണ്ടാമത് മഗ്ദലനക്കാരത്തി മറിയയാണ്. കർത്താവിൻ്റെ അടഞ്ഞ കല്ലറയുടെ മുൻപിൽ എല്ലാവരും, ഒരുപാട് പേര് അവിടെ കണ്ടു നിന്നിട്ടുണ്ട്. പക്ഷേ ആ സേവകന്മാർ 10 പേരും പോയി കഴിഞ്ഞു. അങ്ങനെ പലരും ഇങ്ങനെ അലസരായി നിൽക്കുന്ന നിമിഷങ്ങൾ. ആമേൻ. 1, 2, 3 എന്ന ദിവസങ്ങൾ കഴിഞ്ഞു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനം നേരം പരപരാ പുലരുമ്പോൾ വീട്ടിൽ നിന്ന് നൊമ്പരപ്പെടുത്തുന്ന ചിന്തകളുമായി മൂവർ സംഘം സഹോദരിമാർ ഇറങ്ങിത്തിരിച്ചു. ആര് കല്ലുരുട്ടി മാറ്റും? ചോദ്യം 1, ആര് കല്ലുരുട്ടി മാറ്റും? ഞങ്ങൾ നിസ്സഹായരാണ്, കല്ലുരുട്ടി ആര് മാറ്റും? ചോദ്യം അതാണ്. ആ ഒരു വലിയ ചോദ്യത്തോടു കൂടി ഇരുട്ടുള്ളപ്പോൾ അവൻ അധികാലത്തെ അവർ ഭവനത്തിൽ നിന്നിറങ്ങി. യേശുവിൻ്റെ അമ്മ മറിയ, മഗ്ദലനക്കാരത്തി മറിയ, ശലോമ, ഈ മൂവർ സംഘം ഭവനത്തിൽ നിന്നിറങ്ങിയത് ആരുരുട്ടി മാറ്റുമെന്ന ചോദ്യത്തോടെയാണ്. പക്ഷേ ആ ശ്മശാനത്തിലേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ച, കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഒരുവരിയ്ക്കുന്നുണ്ട്. ഇന്ന് പകലും ഒരു ദൂത് ആത്മാവിൽ പറയാം: നീ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന്, ആര് സഹായിക്കുമെന്ന്, ആരോട് ചോദിക്കുമെന്ന് ചോദ്യത്തോടെയാണ് ഇന്ന് നീ വന്നത്. പക്ഷെ ഇന്ന് പകൽ ആ ചോദ്യം അറിഞ്ഞവൻ നിനക്ക് മുൻപിലുള്ള ചില കല്ലുകൾ ഉരുട്ടി മാറ്റുകയാണ്. ഇന്ന് പകൽ ഈ മെസ്സേജിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നത് ചില കിഡ്നി സ്റ്റോൺ സംബന്ധിച്ച്, കിഡ്നിയോട് ബന്ധപ്പെട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് നീ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ അത് ഉരുട്ടി മാറ്റുകയാണ്. നിന്റെ മുൻപിൽ പല്ലിളിക്കുന്ന ആ പ്രതികൂലത്തെ ഉരുട്ടി മാറ്റാൻ യേശു ഈ പകൽ നിന്റെ അരികിലുണ്ട്. പ്രതികരിച്ചു തുടങ്ങിക്കോ കുഞ്ഞെ. ആത്മാവിൽ നീ ആരാധിക്കുമ്പോൾ തന്നെ ദൈവിക വിടുതൽ നിന്റെ ജഡത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ വെളിപ്പെടുകയാണ്. ഒതുക്കപ്പെട്ട്, തകർക്കപ്പെട്ട്, ഉടയപ്പെട്ട വന്നത് ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി ചില കല്ലുകൾ ഉരുട്ടിക്കളയുകയാണ്. ചില വിദേശ യാത്രകളുടെ വഴി അടഞ്ഞാണ് ഞരങ്ങിയ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. നാളുകളായി ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, പല ആവർത്തി ശ്രമിച്ചിട്ടും ഫെയിലായി. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ കല്ല് ഈ പകൽ കർത്താവ് ഉരുട്ടിക്കളയുകയാണ്. ആ കല്ല് ഉരുട്ടിക്കളയുകയാണ്. ആ കല്ല് ഉരുട്ടിക്കളയുകയാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ചില തടസ്സങ്ങൾ ഈ പകൽ മാറുന്നുണ്ട്. ജനാധി, ചില തലമുറകളുടെ ഭാവിക്ക് നേരെ ശത്രു ഉയർത്തിവെച്ച ചില കല്ലുകൾ ഉരുണ്ടു മാറുകയാണ്. ഇന്ന് പകൽ യേശുവേ എന്ന് നൊന്ത് നീറി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിൻ്റെ കരം ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. ജുഡറബന ഗഡജലാ ധർമ്മ സന്ദരാദി വംശൽഖരാദിയാന. മൂവർ സംഘം സഹോദരിമാരുടെ നൊമ്പരം ആരുരുട്ടി മാറ്റും? കർത്താവ് അത് ഉരുട്ടി മാറ്റി അതിന്മേലിരുന്നു. കർത്താവിൻ്റെ ദൂതനിരുന്നു എന്ന് പറയുന്നു. അടുത്ത നിമിഷം അവരോട് ചോദിച്ചു, ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവർ ആവേശഭരിതരായി തുറക്കപ്പെട്ട കല്ലറ കണ്ടു.
യേശുവിൻ്റെ അമ്മ കല്ലറ കണ്ട് മടങ്ങുകയാണ്. ശലോമയും കല്ലറ കണ്ട് മടങ്ങുന്നു. മറിയയുടെ സഹോദരിയാണ്. അവർ രണ്ടും മടങ്ങുമ്പോൾ അവിടെ നിൽക്കുകയാണ് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പലയിടത്തും ഉണ്ടായിരുന്ന മഗ്ദലനക്കാരത്തി മറിയ. എല്ലാവരും പോയിട്ടും അവൾ പോകാതിരിക്കുന്നതിൻ്റെ കാരണം അവൾക്ക് വ്യക്തമായൊരു അറിവുണ്ട്. എൻ്റെ കർത്താവ് ഇവിടെയോ ഉണ്ട്, എൻ്റെ കർത്താവ് ഇവിടെയോ ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു ചിന്ത അവളുടെ അകത്തേക്ക് കയറാൻ കാരണം, അവളുടെ അകത്തേക്ക് ആ ചിന്ത ആഴത്തിൽ പതിക്കാൻ കാരണം, എല്ലാവരും കണ്ടതല്ല അവൾ കണ്ടത്. യേശുവിൻ്റെ അമ്മയും ശലോമയും കല്ലറയിൽ നിന്ന് മടങ്ങുമ്പോൾ അവർ ഇന്നത്തെ ഭാഷയിൽ ചോദിച്ചു, മഗ്ദലനക്കാരത്തി മറിയ മോളെ, നീ വരുന്നില്ലേ? അവൾ പറഞ്ഞില്ല മറിയ ആൻറ്റി, ഞാൻ വരുന്നില്ല. അവളെ കല്ലറയ്ക്ക് നിൽക്കുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യനും യേശുവിനെ സ്നേഹിച്ച ശിഷ്യനും കൂടെ വരികയാണ്. യോഹന്നാനും പത്രോസും രണ്ടുപേരും വന്നു. ശീലകൾ കണ്ട് അവരും മടങ്ങി. പക്ഷേ ഈ മഗ്ദലനക്കാരത്തി അവിടെ നിന്നു. എന്തുകൊണ്ട്? യോഹന്നാൻ 20:7 ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിനെ ചുറ്റിയ ശീലകൾ മറ്റൊരിടത്ത് കിടക്കുന്നു, അവൻ്റെ മുഖം മൂടിയ റുമാൽ മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ചുരുട്ടി വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബൈബിളിൽ ചുരുട്ടി വെച്ചിരിക്കുന്നു എന്ന പദമാണ്. ആ യേശുവിൻ്റെ മുഖം മൂടിയ റുമാൽ ചുരുട്ടി വെച്ചിരിക്കുന്നു. പക്ഷെ അത് ഗ്രീക്കിൽ നമ്മൾ വായിക്കുമ്പോൾ എൻറ്റുലിസോ എന്ന ഗ്രീക്ക് വാക്കിന് ചുരുട്ടി എന്ന പദമല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ മമ്മി എഴുന്നേറ്റ് വരുമ്പോൾ മക്കൾ ബെഡ്ഷീറ്റ് ചുരുട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചുരുട്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം വൈകൃതമാണ്, അലസതയുടെ പര്യായമാണ്. എന്നാൽ എൻറ്റുലിസോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ചുരുട്ടി എന്നല്ല, ഫോൾഡ് ചെയ്ത് വെച്ചെന്നാണ്. യേശുവിൻ്റെ മുഖം മൂടിയ റുമാൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അവൾ കണ്ടു. ഇത് കണ്ടതിന് എന്തുകൊണ്ട് അവൾ കരഞ്ഞു? ഉത്തരം, ചരിത്രം ഇതൊരു റബ്ബി സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അതായത് റബ്ബി സംസ്കാരത്തിൽ റബ്ബി എവിടെ ഭക്ഷണത്തിനിരുന്നാലും എവിടെ പോയാലും റബ്ബിയുടെ ചുമലിൽ ഒരു വലിയ റൂമാലുണ്ടാകും. താൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഈ റൂമാൽ മടക്കി ഡൈനിങ് ടേബിളിലേക്ക് വെക്കാറുണ്ട്. തന്നെ ശുശ്രൂഷിക്കുന്ന തൻ്റെ ബാല്യക്കാരൻ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ ആ ബാല്യക്കാരൻ്റെ ശ്രദ്ധ ഈ റൂമാലിലാണ്. യജമാനൻ മടക്കി വെച്ചിരിക്കുന്ന റൂമാലിലേക്കാണ്. അത് പറയാതെ പറയുന്ന ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അതിലൊന്നാമത്തേത്, ഭക്ഷണം കഴിച്ച് റബ്ബി ഡൈനിങ് ടേബിളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തൃപ്തനായി എന്ന് മറുപടിയല്ല പറയുന്നത്. റബ്ബി റൂമാൽ ചുമലിലിട്ടാൽ ബാല്യക്കാരന് മനസ്സിലാകും, എൻ്റെ റബ്ബി തൃപ്തനാണ്, ഡൈനിങ് ടേബിൾ എനിക്ക് ക്ലിയർ ചെയ്യാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സമയത്ത് റബ്ബി ആ ടേബിളിൽ നിന്ന് പോകുമ്പോൾ ബാല്യക്കാരൻ്റെ ശ്രദ്ധ ഡൈനിങ് ടേബിളിലാണ്. ഈ ടേബിളിൽ റൂമാൽ ഉണ്ട് എങ്കിൽ ആ റൂമാൽ ബാല്യക്കാരന് കൊടുക്കുന്നൊരു ഓർമ്മപ്പെടുത്തൽ എന്താണെന്നറിയണ്ടേ? അല്ലയോ സ്നേഹിത, സഹോദര, ശിഷ്യനെ, ഞാൻ പോയിട്ടില്ല, തൃപ്തനായിട്ടല്ല ഞാൻ മടങ്ങുന്നത്, ഞാൻ വേഗത്തിൽ വരും, അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇതാണ് സംസ്കാരത്തിൻ്റെ ഭാഗമെങ്കിൽ റബ്ബി, റബ്ബൂനി എന്നെല്ലാമുള്ള ശിഷ്യന്മാരുടെ വാക്കുകൾക്ക് വിളി കൊടുത്ത നസ്രായൻ്റെ കല്ലറയുടെ മുൻപിൽ മഗ്ദലനക്കാരത്ത് നിൽക്കുമ്പോൾ അകത്ത് നോക്കിയപ്പോൾ കണ്ടത് റൂമാൽ മടക്കി വെച്ചിരിക്കുന്നു. അത് കണ്ട മഗ്ദലനക്കാരത്തി പിടികിട്ടി, എൻ്റെ നാഥൻ പോയിട്ടില്ല, അവൻ ഇവിടെയോ ഉണ്ട്, അവൻ പോയിട്ടില്ല, അവൻ ഇവിടെയോ ഉണ്ട്, അവൻ വരാതെ ഞാൻ ഇവിടുന്ന് മടങ്ങത്തില്ല. ഇന്ന് പകൽ ആ കണ്ണുനീരിന് വില കൊടുത്ത് അവളുടെ അരികിൽ ഇറങ്ങിയെങ്കിൽ ഈ ആത്മതപനത്തിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന നിന്റെ കണ്ണുനീര് കണ്ട് മറികടക്കാത്തവൻ ഈ പകൽ നിന്റെ അരികിൽ ഇറങ്ങാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ക്രൂശിലെ ഒന്നാമത്തെ മൊഴി കർത്താവിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തെ മൊഴി കരഞ്ഞവനുള്ള മറുപടിയാണ്. സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് പകൽ കരയുന്ന നീ വെറുതെ മടങ്ങില്ല. കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു വന്നവർ ആശ്വാസത്തോടെയാണ് മടങ്ങിയത്. കർത്താവിൻ്റെ മുൻപിൽ മുടന്തി വന്നവർ നൃത്തത്തോടെയാണ് മടങ്ങിയത്.
കർത്താവിൻ്റെ മുമ്പിൽ കുരുടനായി വന്നവൻ കാഴ്ചയോടെയാണ് മടങ്ങിയത്. കർത്താവിൻ്റെ അരികിൽ അവൻ ആകുല ചിത്തനായി വന്നവൻ ആശ്വാസത്തോടെ മടങ്ങിയത്. കർത്താവിൻ്റെ അരികിൽ ഭാരത്തോടെ വന്നവർ സ്വതന്ത്രരായാണ് മടങ്ങിയത്. കർത്താവിൻ്റെ അരികിൽ ബന്ധിക്കപ്പെട്ട് വന്നവർ വിടുവിക്കപ്പെട്ട മടങ്ങിയതെങ്കിൽ, ഇന്ന് പകൽ വന്നതുപോലെ നിന്നെ മടക്കി അയക്കാത്തവൻ ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ മൂന്നാമത്തെ മൊഴി, സ്തോത്രം. കർത്താവ് പറയുന്നു, ഇതാ സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. അതെ, മാതാവിനെ കൃത്യമായി കരത്തിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് അടുത്തത് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. കർത്താവിൻ്റെ വളരെ തീവ്രമായ ഒരു മൊഴിയാണ്, ദാഹിക്കുന്നു. കർത്താവ് പറയുന്ന മൊഴിയിൽ ആറാമത്തെ മൊഴിയാണ് നമ്മുടെ ചിന്താവിഷയം. ഞാൻ വേഗത്തിൽ ആ ഭാഗം അങ്ങ് പറഞ്ഞ്, അനുഗ്രഹീത കർത്തൃദാസൻ നമ്മുടെ നടുവിലുണ്ട്. ആ ശുശ്രൂഷ അനുഭവിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുക്കപ്പെടാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആ മൊഴിയിൽ ആറാമത്തെ മൊഴി കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പറയുന്നു, സകലവും നിവൃത്തിയായി. നിവൃത്തിയായി എന്ന പദം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന ആംഗലേയ പദമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ഗ്രീക്കിൽ ഉപയോഗിച്ച വാക്ക് ടെറ്റലസ്റ്റായി. ടെറ്റലസ്റ്റായി. അപ്പം ടെറ്റലസ്റ്റായി എന്ന കർത്താവിൻ്റെ ആ മൊഴി വളരെ തീവ്രമായതാണ്. ആ മൊഴിക്ക് ആഴമേറിയ അർത്ഥതലങ്ങളുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ കേവലം ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നൊരു അർത്ഥമല്ല ടെറ്റലസ്റ്റായി എന്ന പദത്തിന്. 6 അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പദമാണ് ടെറ്റലസ്റ്റായി. 6 അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവമക്കൾക്ക് മനസ്സിലാകുന്ന ഒരു ആവേശമുണ്ട്. എൻ്റെ കർത്താവ് കാൽവറിയിൽ യാഗമായത് കണ്ണീരോടെ ഓർത്തു കളയാനുള്ളതൊന്നല്ല. എൻ്റെ ആവേശവും എൻ്റെ അഹങ്കാരവും എൻ്റെ അഭിമാനവും എൻ്റെ പ്രത്യാശയുമെല്ലാം കാൽവറിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച ദൈവമക്കൾക്ക് കാൽവറി എന്ന് കേൾക്കുമ്പോൾ ആവേശം തുളുമ്പുന്ന ഒരിടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാൽവറി പാപിയുടെ വിമോചനത്തിൻ്റെ വേദിയാണ്, പാപിയുടെ പ്രത്യാശയുടെ വേദിയാണ്. ആമേൻ. മക്കളായ നമുക്ക് ഓടി ഒളിക്കാനുള്ള ഇടമാണ്, കാന്തയ്ക്ക് അഭയം പ്രാപിക്കാനുള്ള ഇടമാണ്. കുന്തിരിക്കക്കുന്നും മൂറിൽ മലയുമെന്ന് കാന്തമൊഴിഞ്ഞെങ്കിൽ ഓർക്കുക, അത്ര കണ്ട ആവേശം കാൽവറിയിലുണ്ട്. അതിൽ ആറാമത്തെ മൊഴിക്ക് അത്ര കണ്ട് തീവ്രതയുണ്ട്. ടെറ്റലസ്റ്റായി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ 6 അർത്ഥങ്ങൾ. അതിലൊന്നാമത്തെ അർത്ഥത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്, ഈ വാക്ക് ഒരു മഹാപുരോഹിതൻ്റെ ശബ്ദമാണ്. പാപയാഗം പൂർത്തിയാകുമ്പോൾ മഹാപുരോഹിതൻ പാപയാഗം പൂർത്തിയായി എന്നറിയിക്കാൻ അവിടെ നിന്ന് ധവളിമയാർന്ന പുക ഉയരുമ്പോൾ ആത്മനിർവൃതിയോടെ പറയുന്നൊരു വാക്കാണ് ടെറ്റലസ്റ്റായി. അതിൻ്റെ അർത്ഥം പാപയാഗം വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടു. പാപിക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. കാൽവറിയിൽ ഒരു പാപിയുടെ വിമോചനം എന്ന പദത്തിൻ്റെ അർത്ഥം അതല്ലേ? പാപിക്ക് കാൽവറിയിലൂടെയല്ലാതെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് കയറാൻ മറ്റൊരു വഴിയില്ലെന്ന് കാൽവറി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് ആ പദത്തിൻ്റെ അർത്ഥം, ഇതൊരു ചിത്രകാരൻ്റെ ഭാഷയാണ്. തൻ്റെ ചിത്രം മറ്റൊരു ക്യാൻവാസിലേക്ക് പകർത്തിയിട്ട് അവസാന പൊട്ടും പുള്ളിയും ക്രമീകരിച്ചു കഴിയുമ്പോൾ ആ ചിത്രകാരൻ മൊഴിയുന്ന വാക്കാണ് ടെറ്റലസ്റ്റായി. മൂന്നാമത് ഈ വാക്കിൻ്റെ അർത്ഥം, ഒരു ആർക്കിടെക്റ്റ് തന്നെ ഏൽപ്പിച്ചവൻ്റെ പദ്ധതി അതുപോലെ തികച്ചിട്ട് തന്നെ ഏൽപ്പിച്ചവന് താക്കോൽ ദാനം നടത്തുമ്പോൾ ആർക്കിടെക്റ്റ് മൊഴിയുന്നൊരു വാക്കാണ് ടെറ്റലസ്റ്റായി. ഈ വാക്ക് അടുത്തതൊരു കൊയ്ത്തിൻ്റെ യജമാനൻ്റെ ശബ്ദമാണ്. വിളഞ്ഞ വിളഭൂമിയുടെ അരികത്തൂടെ നടക്കുമ്പോൾ ഓരോ കതിർ പറിച്ചെടുത്ത് ആദ്യബല കറ്റയാക്കി നീരാജനം കഴിഞ്ഞ് വിളഭൂമിയെ നോക്കിക്കൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനൻ്റെ ശബ്ദമാണ് ടെറ്റലസ്റ്റായി. ആദ്യബലക്കറ്റ നീരാജനം കഴിഞ്ഞു, ഇനി താമസം വിന ഒരു വലിയ കൊയ്ത്ത് നടക്കാൻ പോകുകയാണ്. കാൽവറിയിൽ കർത്താവ് ഈ വാക്ക് ഉരുവിട്ട ഉടനെ തന്നെ കല്ലറകൾ തുറന്നു എന്ന് മത്തായി എഴുതുകയാണ്. അതിൻ്റെ അർത്ഥം അന്ന് മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകളൊക്കെ തുറന്നു. അതായത് വിളഞ്ഞ വിളഭൂമിയുടെ അരികത്ത് നിന്ന് ഓരോ കതിർ പറിച്ചെടുത്ത് മഹാപുരോഹിതനായ കർത്താവ് ഒരു ആദ്യബലക്കറ്റ ഒരുക്കി കഴിഞ്ഞു. എന്നിട്ട് ആ മഹാപുരോഹിതൻ പറയുന്നത് ടെറ്റലസ്റ്റായി. അതിൻ്റെ അർത്ഥമെന്താ? ഒരു വമ്പൻ കൊയ്ത്ത് നടക്കാൻ പോകുകയാണ്. ആ കൊയ്ത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം ഓരോരുത്തരും കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ടെറ്റലസ്റ്റായി എന്ന പദത്തിൻ്റെ 5ാമത്തെ അർത്ഥം, ഇതൊരു കോടതി ഭാഷയാണ്. റോമൻ കൊലോസിയത്തിലെ ഏറ്റവും ഭീകരമായ ക്രൂരമായൊരു വിനോദമുണ്ട്. ആ വിനോദം
ആ വിനോദത്തോടനുബന്ധമായി പറയുന്നതാണ് ആറാമത്തെ അർത്ഥം. ഇത് ജയാളിയുടെ ശബ്ദമാണ്. ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാം, എന്താണ് ജയാളിയുടെ ശബ്ദം. റോമൻ കൊലോസിയത്തിൽ അന്ന് ക്രൂരമായ ഒരു വിനോദമുണ്ട്. ആ വിനോദം ദ്വന്ദ്വയുദ്ധമാണ്. ഒരുക്കപ്പെട്ട വേദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 കുറ്റവാളികളെ ആ വേദിയിലേക്ക് കയറ്റിവിടും. എന്നിട്ട് 2 പേർ ദ്വന്ദ്വയുദ്ധം നടത്തും. ഒരുവൻ പരാജയപ്പെടുവൻ, ഒരുവൻ ജയിക്കും. അപ്പോൾ ഇതിൻ്റെ ഗാലറിയിൽ ഇങ്ങനെ വലിയൊരു കൂട്ടമുണ്ട്. ചക്രവർത്തിമാരും അവരുടെ പ്രിയപ്പെട്ടവരുമൊക്കെ ഈ വിനോദം ആസ്വദിക്കാൻ വരും. അങ്ങനെ ഇരിക്കുന്ന ആ നടുത്തളത്തിലെ സ്റ്റേജിൽ 2 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം. പരാജയപ്പെട്ട ഒരുവൻ്റെ മാറിൽ ചവിട്ടി ജയാളി നിൽക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് കടാരി എറിഞ്ഞു കൊടുക്കും. ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള കഠാര. ജയാളി അത് ചാടിപ്പിടിച്ചിട്ട് പരാജിതൻ്റെ മാറിലേക്ക് അത് കുത്തിയിറക്കിയിട്ട് ചോര ഇറ്റിറ്റ് വീഴുന്ന കഠാര ഉയർത്തി ഗാലറിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നൊരു വാക്കാണ് ടെറ്റലസ്റ്റായ്. എന്താണെന്നറിയാമോ? എൻ്റെ എതിരാളി പൂർണ്ണമായി പരാജയപ്പെട്ടു. അവൻ എൻ്റെ കാൽ കീഴിൽ നിശേഷമായി അമർന്നു കഴിഞ്ഞു. ഞാൻ അവൻ്റെ മേൽ പൂർണ്ണ ജയം കൊണ്ടാടി. ഇനി കാൽവറിയിലേക്കൊന്ന് കാതുകൂർപ്പിക്കണം. കാൽവറിയിൽ മുഴുകുന്ന ശബ്ദം കേട്ടോ, ടെറ്റലസ്റ്റായ്. എന്താണത്? അവൻ യുഗങ്ങളായി മാനവകുലത്തെ ബന്ധിച്ചൊതുക്കി വെച്ച പിശാചെന്ന അന്ധകാരത്തിൻ്റെ മേൽ കാൽവറിയിൽ ഞാൻ പൂർണ്ണ ജയം കൊണ്ടാടി. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരോട് സ്വർഗത്തിന് പറയാനുള്ളത്, നിനക്ക് വേണ്ടി കാൽവറിയിൽ ജയഭേരി മുഴങ്ങിക്കഴിഞ്ഞു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും അയച്ച് വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയ എൻ്റെയും നിൻ്റെയും നാഥൻ കാൽവറിയിൽ പറയുന്നുണ്ട്, ഇനി നീ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, ജയാളിയുടെ പിന്മുറക്കാരാണ്. ജീസസ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2:14-15 വ്യക്തമായി അതിന് വിവരണം കൊടുക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ അവൻ വിടുവിച്ചെന്ന്. ഇന്ന് പകൽക്കാലം മരണഭീതിയുടെ ചങ്ങല അറുത്ത് കാൽവറിയിലെ ജയമുയർത്തിയെങ്കിൽ ഇന്ന് പകൽ നിനക്ക് നേരെ തലപൊക്കുന്ന ഏതെല്ലാം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അത് കണ്ട തല കുനിഞ്ഞു പോകരുത്. ഇന്ന് പകൽ ജയാളിയായവൻ കാൽവറിയിൽ തന്ന ജയം ഇവിടെ നിനക്ക് ആഘോഷിക്കാനുള്ളതാണ്. ഇന്ന് പകൽ മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ ജയം എവിടെ? ഇന്ന് പകൽ ആത്മാവി ദൂത് പറയുമ്പോൾ തന്നെ മരണകരമായ ചില വിധിയെഴുത്തിന്റെ മുൻപിൽ ജീവിതം അടുത്തെന്ന് പറയുന്നവരോട് ആത്മാവ് പ്രവചിക്കുന്നത്, ഇല്ല, തീർന്നിട്ടില്ല. മരണത്തിന്റെ കരാളഹസ്തം നിന്നെ പിടിമുറുക്കിയെങ്കിൽ ആ ചങ്ങല എൻ്റെ കർത്താവ് ഈ പകൽ അഴിച്ചു കളയുകയാണ്. ഹോസ്പിറ്റൽ കിടക്കയിലിരുന്നാണ് നീ ഈ സന്ദേശം കേൾക്കുന്നത്. ഈ കിടക്ക മാറ്റി വിരിക്കാൻ പോകുകയാണ്. ഇനി അധിക നാളില്ലെന്ന് ആരെല്ലാം വിധി എഴുതിയാലും പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നത്, നിന്റെ മരണവിധി തിരുത്താൻ കൽപ്പുള്ളവൻ ഇന്ന് പകൽ നിന്നോട് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാൽവറിയിൽ മുഴങ്ങിയ ജയം സാത്താൻ്റെ പദ്ധതിയുടെ മേൽ സമ്പൂർണ്ണ ജയമാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നത് ചില കുടുംബ ബന്ധങ്ങളെ താളം തെറ്റിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾക്ക് നേരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനമാണ്. ജയം നിന്റെ പക്ഷത്താകട്ടോ. ജയത്തിന് കുതിരവർത്ഥമാണ്. ഇതിലൊക്കെയും നമുക്ക് പൂർണ്ണ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിനക്ക് പൂർണ്ണ ജയമുണ്ട്. നിന്നെ പരാജയപ്പെടുത്താൻ വരുന്ന പ്രതിസന്ധിയുടെ മേൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് ജയമുണ്ട്. കൃപാവരമുള്ള നിനക്ക് ജയമുണ്ട്. അഭിഷേകമുള്ള നിനക്ക് ജയമുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുന്നുണ്ട്.
ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ തെറ്റിയത് നിമിത്തം പരാജയം മാത്രമായി മുൻപിൽ. എന്നാൽ ആത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ പരാജയത്തിൻ്റെ വേദിയിലേക്ക് കർത്താവിനെ ഒന്ന് ഇറക്കി നിർത്തിക്കോണം. ആ പരാജയം ജയമാകാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ചില അഭിഷിക്തന്മാരെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നത്, ചില വ്യക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ മുൻപിൽ ശുശ്രൂഷ സംബന്ധിച്ച് ചോദ്യത്തോടാണ് നിൽക്കുന്നത്. എന്നാൽ ആത്മാവ് ഇടപെടുന്നത്, പതറരുത്, വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ നിനക്ക് കരം തരാൻ പോകുകയാണ്. ഓ, കർത്താവിന് വേണ്ടി ഓടിയതിനും അധ്വാനിച്ചതിനും കൃത്യമായ പ്രതിഫലം തന്ന് നിന്നെ മാനിക്കാൻ കെൽപ്പുള്ള കർത്താവ് നിന്നോട് ഇടപെടുന്നത്. നീ പരാജയപ്പെടില്ല. നിനക്കൊരു ജയമുണ്ട്. ഒരു മർക്കോസിന്റെ മാളിക മുറി ഒരുക്കിയത് പരാജയപ്പെട്ടവരുടെ കഥ പറയാനല്ല, പരാജയപ്പെട്ടവരെ ജയത്തിന് വേണ്ടി പണിതെടുക്കുന്ന ഒരു മാളിക മുറി. ഈ ഉപവാസ പ്രാർത്ഥന അങ്ങനെ ഒരു മാളിക മുറിയാക്കി ദൈവാത്മാവ് മാറ്റുകയാണ്. ഹോ റിബിലി ഹൗഷ സന്ദരാദി ജൂഡരഗല ഘടകജലാധരം ജനാദി. ഇന്ന പകൽ നിന്റെ മേലൊരു ജയമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് കാൽവറിയിൽ തന്ന ജയത്തിൽ മറഞ്ഞിരിക്കുന്ന വിടുതൽ. പാപത്തിന്മേൽ നിനക്ക് ജയമുണ്ട്. പാപത്തിൻ്റെ മേൽ നിനക്ക് ജയമുണ്ട്. നിന്നെ ഒതുക്കുന്ന, നാളുകളായി പിടിമുറുക്കുന്ന പാപം പലപ്പോഴും നീ വിട്ടിട്ടും നിന്നെ മുറുകെ പിടിച്ചതുകൊണ്ട് പല വിടുതലുകളും വൈകിപ്പിച്ചു, പല ദൈവപ്രവർത്തികളും നടക്കാതായി. എന്നാൽ ആത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽക്കാലം നാളുകളായി നിനക്ക് മാറ്റാൻ പറ്റാത്ത ചില പാപപ്രവർത്തിയെ പൊളിച്ചു കളയാൻ കർത്താവിൻ്റെ ആ സാന്നിധ്യം ഇന്ന് പകല ജയമായി വെളിപ്പെടുകയാണ്. ആ ടെൻഡൻസികൾ മാറാൻ പോകുകയാണ്. ആ മദ്യാസക്തികൾ അഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവൻ്റെ മദ്യപാന നിമിത്തം ഞരങ്ങിയ മിഴികളോടെ ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഇടപെടുന്നത് ജയമുണ്ട്. നിന്റെ തലമുറയെ പരിശുദ്ധാത്മാവ് വലിച്ചെടുക്കാൻ പോകുകയാ. ഇതിന്റെ നടുവിൽ തലമുറകളെ കുറിച്ച് വ്യാകുലപ്പെട്ട് ആൺതലമുറയെക്കുറിച്ച് നൊമ്പരപ്പെട്ടാണ് നീ ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. കർത്താവെ, ഞാൻ കണ്ട ദർശനം പേറേണ്ടതാണ്. ഞാൻ കണ്ട സ്വപ്നം മുഴുവനും എൻ്റെ തലമുറയിലാണ്. പക്ഷേ എൻ്റെ തലമുറ ഇതുവരെ ദൈവത്തെ അറിയുന്നില്ല. പാപത്തിൻ്റെ വഴിയെ പോകുകയാ. എനിക്ക് പറയാൻ വയ്യെന്നും പറഞ്ഞ് ഞരങ്ങുന്ന നിന്നോട് ആത്മാവ് പ്രവചിക്കുന്നത്, മോശയെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ ദൈവത്തിൻ്റെ കരം നിന്റെ തലമുറയെ വലിച്ചെടുക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ തന്നെ വിദേശ രാജ്യത്തിലെ തലമുറകളെ ചൊല്ലി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയാത്ത ചില മാതാപിതാക്കളോട് ദൂതായി ഇടപെടുകയാ. ഇന്ന് പകൽ കർത്താവിൻ്റെ കരമിറങ്ങുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മോശെ വലിച്ചെടുത്ത പോലെ ദൈവം മഹത്വം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാ. ജയം യഹോവയുടെ കൈവശത്തിലാണ്. പാപത്തിന്മേൽ ജയമുണ്ട്. രോഗത്തിന്മേൽ നിനക്ക് ജയമുണ്ട്. ഒരാത്മീകന് ക്രൂശിൽ നിന്ന് ഉയരുന്നൊരു വാഗ്ദാനമാണ് അടിപ്പിണരുകളാലുള്ള സൗഖ്യം. കാൽവറിയിൽ മുഴങ്ങുന്ന ജയഭേരി രോഗിയെ നിന്റെ മേൽ സൗഖ്യമായി വെളിപ്പെടാൻ പോകുകയാ. കേട്ടോ, അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യമെന്ന് കാൽവറിയിൽ നിന്ന് മുഴങ്ങുന്ന ആ ശബ്ദം ഇന്ന് പകൽ പറയുന്നത് രോഗത്തിൻ്റെ മേൽ നിനക്ക് ജയമുണ്ട്. സ്തോത്രം. കാൽവറിയിൽ മുഴങ്ങുന്ന ജയം. ശാപത്തിൻ്റെ മേൽ നിനക്ക് ജയമുണ്ട്. എത്ര കൊടിയ ശാപം നിന്റെ തലമേൽ ആരെല്ലാം കെട്ടിവെച്ചാലും ഒറ്റ സെക്കൻഡിൽ ആ ചങ്ങല അറുക്കാൻ കഴിവുള്ള കർത്താവ് കുറേനക്കാരനായ ശീമോൻ നിർബന്ധത്താൽ യേശുവിൻ്റെ ക്രൂശ് ചുമക്കുമ്പോൾ തന്നെ അവൻ്റെ കൂടാരത്തിൽ നിന്ന് അഴിഞ്ഞ ശാപം അത്ര വലുതായിരുന്നെങ്കിൽ ഇന്ന് പകൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് വേണ്ടി ഇടനെഞ്ചു കൊടുത്ത നിന്റെ കുടുംബത്തിൽ നിന്ന്, തലമുറയിൽ നിന്ന് ചില ശാപം അഴിഞ്ഞ് ഒരു വലിയ ജയത്തിൻ്റെ മുഴക്കം നിന്റെ തലമുറയിൽ, കുടുംബത്തിൽ ദൈവം പകരാൻ പോകുകയാ. ഈ പകലിൽ മരണത്തിന്മേൽ ജയമുണ്ട്. ആ ജയം മരണപര്യന്തം, മരണഭീതിയിൽ കിടന്ന് നമ്മെ വിടിവിച്ചു എന്നതാണ് നമ്മുടെ ജയം. ആ ജയം ശവക്കുഴി കൊണ്ട് തീരുന്നതല്ല. ശവക്കുഴിക്കപ്പുറത്ത് ഒരു ഉയർപ്പിൻ്റെ പ്രഭാതം വാഗ്ദാനം ചെയ്യുന്ന
കാൽവറി. ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന ആത്മീയന് പറയാൻ പറ്റും, കാൽവറിയിൽ ഞങ്ങൾക്കും ഒരു മരണമുണ്ട്. പക്ഷേ ആ മരണം അവസാനമല്ല, അതിനപ്പുറത്തൊരു ഉയർപ്പിൻ്റെ ദിനമുണ്ട്. കാഹളനാദത്തിൻ്റെ ധ്വനി മുഴങ്ങുന്ന അന്ന് മരണമേ നിൻ്റെ ജയമെവിടെ, പാതാളമേ നിൻ്റെ വിഷമുള്ള എവിടെയെന്ന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഈ മണ്ണിൽ നിന്ന് പറമുയരുന്ന ഒരു വാഗ്ദാനമുണ്ട്. അതാണ് ആത്മീയനെ ഭരിക്കേണ്ടത്. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നത്, പതറേണ്ട, പ്രാർത്ഥനയുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്നത് ജയത്തോടെ ആയിരിക്കും. നമ്മുടെ നാഥൻ ജയാളിയാണ്. അവൻ ജയാളിയായി വെളിപ്പെടുമ്പോൾ നാമം അവനോടുകൂടെ കാണും. കർത്താവിന് വരുന്നത് ജയാളിയുടെ കിരീടധാരിയായി വരാൻ പോകുകയാണ്. അന്ന് കർത്താവിൻ്റെ തലയിൽ ഡിയാഡംസ്, രാജകീയ കിരീടങ്ങൾ, റോയൽ ക്രൗൺസ് ധരിച്ചുകൊണ്ട് കർത്താവ് വരുമ്പോൾ അവനോടൊപ്പം നാമും കാണും. ആ വേദിയിൽ നമ്മുടെ തലയിൽ സ്റ്റെഫാനോസ്, നമ്മുടെ തലയിൽ ഇരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ നടന്ന് നമുക്ക് ജയാളികളുടെ കിരീടവും കർത്താവിൻ്റെ തലയിൽ രാജകീയ കിരീടവുമാണ്. അങ്ങനെയാണെങ്കിൽ ജയാളിയായി നമുക്ക് വേണ്ടി ജയം തരാൻ കാൽവറിയിൽ കരയേറിയ നാഥൻ്റെ പിന്നാലെ ചുവട് വെക്കുക, പരാജയപ്പെടില്ല. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കാം. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ചില കുടുംബങ്ങളിൽ, തലമുറകളിൽ, വ്യക്തികളിലേക്ക് ഒരു വലിയ ദൈവമഹത്വം ഇറങ്ങാൻ പോകുകയാണ്. ഒരുമിച്ച് നാം കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുകയാണ്. ആയിരിക്കുന്ന ഇടത്ത് അല്പസമയം അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ജയത്തിൻ്റെ വിടുതൽ ഇന്ന് പകൽക്കാലം വ്യക്തികളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. അത് തലമുറയിൽ, കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, ജോലി മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, ആത്മീക മേഖലയിൽ അത് പ്രതിഫലിക്കട്ടെ. ഇന്ന് പകൽ എല്ലാവരും അല്പസമയം അന്യഭാഷകളിൽ നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. എല്ലാവരും ചേർന്ന് അല്പസമയം കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കേ. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശുവിൻ നാമത്തിൽ ആ ജയം ജനത്തിന്റെ മേൽ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുക. പാതാളമേ, മരണമേ, നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ, മരണമേ, നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. ഭീകരമാ ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിയിടുമ്പോ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിയിടുമ്പോ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താന. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ ആഴിമേൽ നാട് കൊണ്ടുണ്ടാ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ ആഴിമേൽ നാട് കൊണ്ടുണ്ടാ. ഓ ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം.
മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഓ മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഊരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമയവൻ നിനക്ക്. കൂട്ടിനു വരും തൻ കോലും വടിയും കൂടന്നും ആശ്വാസമായി. ഊരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമയവൻ നിനക്ക്. കൂട്ടിനു വരും തൻ കോലും വടിയും കൂടന്നും ആശ്വാസമായി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരും കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഓ മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ. മഹത്വരാജനായി ഓ മഹത്വ. ഒരു ജയമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. നീ പരാജയപ്പെട്ടു പോകുകയില്ല. ഇന്നു പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ആരാധിക്കട്ടെ. ക്രൂശിൽ പരാജയപ്പെട്ട ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അവൻ ജയാളിയായവൻ. ഓ ജയാളിയായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ ഭവനത്തിൽ ആ കർത്താവ് കൂടെയുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ. ഊരിരുൾ പാതയിൽ നീ നടന്നാൽ നീ പരാജയപ്പെട്ടു പോകാൻ സമ്മതിക്കാത്തൊരു ദൈവം, നിന്റെ കൂടെ നടക്കുന്നൊരു ദൈവം, നിന്റെ കൂടെ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്നു പകലും അനുഭവിക്കുന്നവർ അടങ്ങിയിരിക്കാതെ ശക്തിയോടെ ശതമിയത്തിൽ ചേർന്ന കർത്താവിനെ ആരാധിക്കട്ടെ. നീ പരാജയപ്പെട്ടവനല്ല. ഇന്നു പകൽ ജയം നിന്റെ കൂടെയുണ്ട്. ഓ